RSS അടയാളങ്ങൾ സ്ഥാപിക്കാനുള്ള ഇടമല്ല ഗവർണറുടെ വസതിയായ രാജ്ഭവൻ എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. സർക്കാർ പരിപാടികളിൽ നിലവിൽ അംഗീകരിച്ച ചിഹ്നങ്ങളെ ഗവർണർ ഉപയോഗിക്കാൻ പാടുള്ളൂ. വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ച നിലപാട് മാതൃകാപരമെന്നും ഗോവിന്ദൻ മാസ്റ്റർ. കയറ്റുന്ന നിലപാടാണ് അവിടെ ഉണ്ടായത്. ഇത്തരത്തിൽ രാജ്ഭവനെ RSSന്റെ അടയാളങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഉപാധിയാക്കി മാറ്റുന്നതിനെതിരെ മതനിരപേക്ഷ ശക്തിയുടെ എല്ലാ തലങ്ങളിൽ നിന്നുമുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മന്ത്രി ശിവൻകുട്ടി കാണിച്ച സമീപനം ശരിയായ ദിശയിലുള്ളതും നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ്. RSS ഭാരതാംബയുടെ ചിത്രം സർക്കാർ പരിപാടികൾക്ക് ഉപയോഗിക്കണമെന്ന് പറയാൻ ഗവർണർക്ക് എന്ത് അധികാരമാണുള്ളതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഞാൻ എൻ്റെ ഓഫീസ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ കാർൽ മാർക്സിൻ്റെ എംഗൽസിൻ്റെയും ലെനിൻ്റെയും പടമെല്ലാം കൊണ്ടുവച്ച് ഹാരോട്ട് നിലവിളക്കം കൊടുത്തു വെച്ചിട്ട് എല്ലാ ദിവസവും എൻ്റെ ജീവനക്കാർ വന്ന് അതിൽ തൊഴിൽ രാത്രി പോകണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. നടക്കുന്ന കാര്യമല്ല. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് മുകളിലല്ല ഗവർണർ പ്രോട്ടോകോൾ എന്ന് ഡോക്ടർ TM തോമസ് ഐസക്. ഇന്ത്യയുടെ തെറ്റായ ഭൂപടം പ്രദർശിപ്പിച്ച ശേഷമാണ് പ്രോട്ടോകോൾ ലംഘനം ആരോപിക്കുന്നത്. ഗവർണർ ഏറ്റുമുട്ടലിന് നിലച്ചിറങ്ങിയതുപോലെ പെരുമാറുന്നുവെന്നും തോമസ് ഐസക്. ഇന്ത്യൻ ഭരണഘടനയിൽ നല്ല ഭൂപടം, ഇതെല്ലാം ഇന്ത്യയുടെ അതിർത്തികളും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഇവിടെ കാവിക്കുടി ഈ പ്രോട്ടോകോളിനൊക്കെ മുകളിലാണ് ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാനാണ് മന്ത്രിസഭ ഒതുക്കിയെടുത്തിട്ടുള്ളത്. അല്ലാതെ ഗവർണർ രാജ്ഭവനെ RSS പ്രചാരണത്തിനുള്ള കേന്ദ്രമാക്കി മാറ്റുന്നത് ശരിയല്ലെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു. വൈരുദ്ധ്യങ്ങൾ തന്നെയാണ്. ഗവർണർ രാജ്ഭവനെ ഔദ്യോഗിക വസതിയെ RSSന്റെ പ്രചാരണത്തിനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുന്നത് ഒട്ടും അഭിലഷണീയമായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ RSS ആശയമുള്ള ഭാരതാംബ എന്ന് അവർ വിളിക്കുന്ന ആ പഴയ ബ്രിട്ടീഷ് അധിനിവേശ കാലത്തെ അവിഭക്ത ഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ പട്ടുസാരി ഉടുത്ത് കാവിക്കൊടി ഏന്തി നിൽക്കുന്ന ആ ചിത്രത്തിന്റെ മുന്നിൽ എല്ലാവരും നമസ്കരിക്കണം എന്നത് നിർബന്ധമായി പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള ജനാധിപത്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഇന്ത്യൻ ഭരണഘടനയാണോ വിചാരധാരയാണോ ഗവർണറെ നയിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ദേശീയ ബിംബങ്ങളെക്കുറിച്ചും പ്രതീകങ്ങളെക്കുറിച്ചും ഭരണഘടനയിൽ പറഞ്ഞ കാര്യങ്ങൾ ഗവർണർ മനസ്സിലാക്കണം, അതനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്നും ബിനോയ് വിശ്വം. ഗവർണറായിട്ടും അദ്ദേഹത്തിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ പറയുകയാണ്, അദ്ദേഹം തീരുമാനിക്കാൻ നേരമായി. ഒരു ഗവർണർക്ക് വഴികാട്ടിയാകേണ്ടത് അദ്ദേഹത്തിൻ്റെ സ്വയംസേവക ജീവിതത്തിലെ അടിത്തറയായ ബഞ്ച് ഓഫ് തോട്ട്സ് ആണോ അതോ ഇന്ത്യയുടെ ഭരണഘടനയാണോ എന്ന് അദ്ദേഹം തീരുമാനിക്കണം. രാജ്ഭവൻ RSS ശാഖയാക്കാനുള്ള ഗവർണർ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി SFI. മാർച്ചിൽ പോലീസും SFI പ്രവർത്തകരും തമ്മിൽ സംഘർഷം. SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. RSSന്റെ തറവാട് സ്വത്തല്ല രാജ്ഭവൻ എന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവൻ. മുൻ ഗവർണർ കൂടിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം മുന്നോട്ട് വെച്ച തെറ്റായ നിലപാടുകൾ തിരുത്തി കേരളത്തിൻ്റെ സർക്കാർ ഭരണഘടനാപരമായി ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന ആർട്ടിക്കിൾ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കേണ്ട ഗവർണർ സ്വയം ഒരു അധികാര കേന്ദ്രമായി തീരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ രാജ്യത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ സ്വയം ലജ്ജിക്കുന്ന കാലം വിദൂരമല്ലെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ പ്രസ്താവനയിൽ പ്രതിഷേധം ശക്തം. മോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷാ പദ്ധതിയിലൂടെയുള്ള ഹിന്ദി അടിച്ചേൽപ്പിക്കൽ ശ്രമത്തിനെതിരെയാണ് അമിത് ഷായുടെ വിവാദ പരാമർശം. ഇംഗ്ലീഷ് ഭാഷയെ തള്ളിയുള്ള അമിത് ഷായുടെ പ്രതികരണത്തിൽ മാധ്യമങ്ങളെ വിമർശിച്ച് ഡോക്ടർ ജോൺ ബ്രിട്ടാസ്
ബ്രിട്ടാസ് MP, മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല. പൊതുസമൂഹത്തിന് മുന്നിൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണിത്. മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇനിയും വാചാലരാകണോ എന്നും ജോൺ ബ്രിട്ടാസ് MP. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും മാറ്റി നിർത്തിയതിൽ അതൃപ്തി പ്രകടമാക്കിയ ശശി തരൂർ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടി. രാഹുൽ ഗാന്ധിയും ഖർഗെയുമായി കൂടിക്കാഴ്ചയ്ക്കാണ് അനുമതി തേടിയത്. ശശി തരൂർ വിദേശത്തായത് കാരണം അവൈലബിൾ അല്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് പ്രത്യേകം ക്ഷണിക്കാത്തതെന്ന് കെ മുരളീധരൻ. ശശി തരൂർ കോൺഗ്രസിന്റെ കരുത്തായി പ്രവർത്തിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും കെ മുരളീധരൻ. സമയത്ത് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒരു ഡിസ്കഷനൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം അവൈലബിൾ ആണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ബന്ധപ്പെടാതിരുന്നത്. നേരെ മറിച്ച് അദ്ദേഹം അവൈലബിൾ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്ഷണിക്കുമായിരുന്നു. ഇതെല്ലാമായിട്ട് വരും. നിലമ്പൂരിൽ LDF മികച്ച വിജയം നേടുമെന്ന് M സ്വരാജ്. നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമായിരുന്നു. പോളിംഗ് ശതമാനം കുറഞ്ഞത് LDFന്റെ വിജയത്തെ ബാധിക്കില്ലെന്നും M സ്വരാജ്. നേടും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ആ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു മാറ്റവുമില്ല. നിലമ്പൂരിൽ ഒരു മാറ്റം പ്രകടമായിരുന്നു. തീർച്ചയായിട്ടും LDFന് മികച്ച വിജയം നിലമ്പൂർ നൽകും എന്ന ഉറച്ച പ്രതീക്ഷയാണ് ഉള്ളത്. ഞാൻ മാത്രമല്ല, ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള ദൗത്യം ഓപ്പറേഷൻ സിന്ധു പുരോഗമിക്കുന്നു. ഇറാനിൽ നിന്നുള്ള ആദ്യ സംഘം ഇന്ത്യയിലെത്തി. 10,000-ഓളം വരുന്ന ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര്. കോഴിക്കോട് ബാലുശ്ശേരിയിൽ MK രാഘവൻ MPക്കെതിരെ ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വം. പുതിയ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിനെ ചൊല്ലിയാണ് തർക്കമുയർന്നത്. പതിനഞ്ചു കൊല്ലം കുളത്തൂപ്പുഴയിൽ ഭർത്താവ് ഭാര്യയെ കത്രിക കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി. കുളത്തൂപ്പുഴ ആറ്റിൻ കിഴക്കേക്കര മനോഭവനിൽ രേണുകയാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ അമ്മ അറസ്റ്റിൽ. 21-കാരിയാണ് അറസ്റ്റിലായത്. ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിരുന്നു. പെൺകുട്ടിയെ വീട്ടിലും ശുചിമുറിയിലും പിന്നിലെ പറമ്പിലും എത്തിച്ച് തെളിവെടുത്തു. കണ്ണൂർ കായലോട് യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് SDPI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് ആത്മഹത്യാക്കുറിപ്പിലെ അടിസ്ഥാനത്തിലെന്ന് പോലീസ്. പ്രതികളുടെ നേതൃത്വത്തിൽ യുവതിക്കും സുഹൃത്തായ യുവാവിനും നേരെ സദാചാര ഗുണ്ട ആക്രമണം ഉണ്ടായെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. പ്രധാനപ്പെട്ട കാര്യം, അവരും ഒരാളുമായിട്ടുണ്ടായിരുന്ന ഒരു സൗഹൃദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന സംസാരത്തിൻ്റെ ഇടയിൽ കുറേ പേര് വരികയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു ഭീഷണിപ്പെടുത്തലും അവരുടെ കൈവശമുണ്ടായിരുന്ന ഈ സുഹൃത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഫോണൊക്കെ തട്ടിപ്പറിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ ഇത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ നോട്ടിൽ വളരെ വിശദമായി പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിച്ച് തിരുവമ്പാടി ലീഗ് പ്രവർത്തകർ KMCC സംഗമം നടത്തിയതിൽ അച്ചടക്ക നടപടി. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA അബ്ദുറഹ്മാൻ, യൂത്ത് ലീഗ് പ്രസിഡന്റ് ഫൈസൽ തുടങ്ങിയ 4 പേരെ സസ്പെൻഡ് ചെയ്തു. PV അൻവറിനെ പങ്കെടുപ്പിച്ച് KMCC സംഗമം സംഘടിപ്പിക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ തീരുമാനം വിവാദമായിരുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ സാഹറിന് ഹാജരാകാനുള്ള സമയം കോടതി നീട്ടി നൽകി. ഈ മാസം 27-ന് ഹാജരാകാൻ നിർദ്ദേശം. തൃശൂർ ചേലക്കരയിൽ ലഹരി സംഘത്തിന്റെ താവളമായി കോൺഗ്രസ് ഭരിക്കുന്ന കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച വനിതാ ഫിറ്റ്നസ് സെന്റർ
ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം തുടങ്ങാതായതോടെ ലഹരി സംഘവും ചൂതാട്ട സംഘവും കെട്ടിടം കൈയടക്കി. ഫിറ്റ്നസ് സെന്ററിലെ ലഹരി ഉപയോഗവും ചൂതാട്ടവും നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. തിരുവനന്തപുരം ആലങ്കോട് ഗവൺമെന്റ് VHSൽ റാഗിംഗ് നടന്നതായി പരാതി. +2 വിദ്യാർത്ഥികൾ +1 പുതുതായി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെ റാഗ് ചെയ്തുവെന്നാണ് പരാതി. സംഭവത്തിൽ 7 +2 വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. സൺ TV ഓഹരി തർക്കവുമായി ബന്ധപ്പെട്ട് DMK MPയും മുൻ കേന്ദ്രമന്ത്രിയുമായ ദയാനിധി മാരൻ സഹോദരൻ കലാനിധി മാരന് വക്കീൽ നോട്ടീസ് അയച്ചു. കുടുംബസ്വത്ത് തട്ടിയെടുത്തെന്നാരോപിച്ചാണ് കലാനിധി മാരൻ ഭാര്യ കാവേരി കലാനിധി ഉൾപ്പെടെ 8 പേർക്ക് വക്കീൽ നോട്ടീസ് അയച്ചത്. വർഗീയ കലാപം തുടരുന്ന മണിപ്പൂരിൽ സുരക്ഷാ സേനയുടെ വെടിവെപ്പിൽ കുക്കി വനിത കൊല്ലപ്പെട്ടു. ചുരാചന്ദ്പൂർ ജില്ലയിലാണ് സംഭവം. മെയ്തൈ കർഷകന് നേരെയുണ്ടായ ആക്രമണത്തിൽ സംഘർഷം തുടരുന്നതിനിടെയാണ് കുക്കികൾക്ക് നേരെ സുരക്ഷാ സേന വെടിയുതിർത്തത്. സംഭവത്തിന് പിന്നാലെ മണിപ്പൂരിൽ ഇരു വിഭാഗങ്ങളുടെയും പ്രതിഷേധം ശക്തമാകുന്നു. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. 1600 രൂപ വീതം 62 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ ലഭിക്കുക. കഴിഞ്ഞ മാസം ഒരു ഗഡു കുടിശ്ശികയടക്കം 2 മാസത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചിരുന്നു. ബാങ്ക് അക്കൗണ്ടുകളിലും സഹകരണ സംഘം ജീവനക്കാർ നേരിട്ട് വീട്ടിലും എത്തിച്ചാണ് പെൻഷൻ നൽകുന്നത്. ഇതോടെ ടോപ്പ് ന്യൂസ് പൂർണ്ണമാകുന്നു.